ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാരദീയ ഭക്തിസൂത്രങ്ങളുടെ ഒരു പരിചയമാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. ഭക്തിസൂത്രങ്ങൾ എന്തിനാണ് പഠിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏതായാലും ഭക്തിയെ സംബന്ധിക്കുന്ന ശാസ്ത്രമാണ്, അതും സൂത്രരൂപത്തിലുള്ള ശാസ്ത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോണത്. കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെ പറഞ്ഞു എന്നൊന്നും ഓർമ്മയില്ല. ഞാൻ നാരദീയ ഭക്തി സൂത്രം തന്നെ ഓർമ്മയില്ല. അത് ഇവിടുന്ന് പറഞ്ഞതാണ്, അതിൻ്റെ ഒരു പ്രാരംഭം പറഞ്ഞു. സൂത്രലക്ഷണമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. ഏതായാലും കൂടുതൽ പരിചയപ്പെടുത്തൽ സമയം കളയേണ്ട, മുന്നോട്ട് പോയിട്ട് സ്വയം സൂത്രങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അഥവാ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അറിയുന്നതാണെങ്കിൽ പറയും. നാരദീയ ഭക്തിസൂത്രങ്ങളിൽ 80-ലധികം സൂത്രങ്ങളുണ്ട്. ചെറിയ ചെറിയ സൂത്രങ്ങളാണ്. അതിൽ ആദ്യത്തെ സൂത്രം പ്രതിജ്ഞയാണ്. എന്താണ് പ്രതിജ്ഞ? അഥാതോ ഭക്തിം വ്യാഖ്യാസ്യാമഃ. ഇത്രയേ ഉള്ളൂ. അതാണ് സൂത്രത്തിൻ്റെ ഗുണം. ചെറിയതായിരിക്കും. അഥാതോ ഭക്തിം വ്യാഖ്യാസ്യാമഃ. ഇതാണ് ഒന്നാമത്തെ സൂത്രം. നമ്മൾ ശ്ലോകങ്ങൾ വലിയ വലിയ വാക്യങ്ങളൊക്കെ ആവുമ്പോൾ പഠിക്കാൻ നല്ല സമയം വേണ്ടി വരും. ഇത് പെട്ടെന്ന് ഏതൊരു ആൾക്കും പെട്ടെന്ന് തന്നെ പഠിക്കാനും ഓർമ്മിക്കാനും സാധിക്കും. അഥാതോ ഭക്തിം വ്യാഖ്യാസ്യാമഃ. അതഃ ഭക്തിം വ്യാഖ്യാസ്യാമഃ. അഥ എന്ന ശബ്ദത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. മിക്കവാറും എല്ലാ സൂത്രഗ്രന്ഥങ്ങളും അധ ശബ്ദത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. നാരദീയ ഭക്തിസൂത്രം മാത്രമല്ല, നമ്മുടെ വൈദിക ശാസ്ത്രങ്ങളിൽ ഒട്ടുമിക്ക സൂത്രഗ്രന്ഥങ്ങളും ആരംഭിക്കുന്നത് അഥ ശബ്ദത്തോടു കൂടിയാണ്. അതിന് കാരണം പരമ്പരാഗതമായി അഥ ശബ്ദം നമ്മൾ മംഗളാചരണമായിട്ടാണ് കൂട്ടുന്നത്. ഏതൊരു പ്രവൃത്തിയും ഏതൊരു ശാസ്ത്ര പഠനവും മംഗളാചരണത്തോടുകൂടി ആരംഭിക്കുക എന്നുള്ളത് നമ്മുടെ സമ്പ്രദായമാണ്. ഇപ്പം മംഗളാചരണം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇഷ്ടദേവതാ വന്ദനവും, ഇഷ്ടദേവതയെ വന്ദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഗുരുവന്ദനവും, ഗുരുനാഥനെ വന്ദിച്ചുകൊണ്ട്. അപ്പോൾ ഗുരുവന്ദനം, ഇഷ്ടദേവതാ വന്ദനം ഒക്കെ മംഗളാചരണമാണ്. അതുപോലെ ഓംകാരം ഉച്ചരിക്കുക, അധ ശബ്ദം ഉച്ചരിക്കുക, ഇതൊക്കെ മംഗളാചരണങ്ങളാണ്.
അത് സഹസ്രാബ്ദങ്ങളായി പോരുന്നതാ. പൂർവികന്മാർ പറയാറുണ്ട്, ഓംകാരശ്ചാധ ശബ്ദശ്ച ദ്വാവേതൗ ബ്രഹ്മണ പുരാ കണ്ഠം ഭിത്വാ വിനിർയാതൗ തസ്മാൻ മാംഗളികാവുഭൗ എന്ന്. ഓംകാരശ്ചാധ ശബ്ദശ്ച, ഓം എന്നുള്ള ശബ്ദവും അധ എന്നുള്ള ശബ്ദവും, ഈ രണ്ട് ശബ്ദങ്ങൾ, ഓം അധ, ദ്വാവേദൗ ഇവ രണ്ടും, ഓം അധ എന്നീ രണ്ട് ശബ്ദങ്ങൾ പുരാ പണ്ട് പണ്ട് ബ്രഹ്മണ കണ്ഠം ഭിത്വാ വിനിർയാതൗ ബ്രഹ്മാവിൻ്റെ അല്ലെങ്കിൽ വേദത്തിൻ്റെ കണ്ഠം ഭേദിച്ച് പുറത്തേക്ക് ചാടിയതാ. എന്ന് വെച്ചാൽ അത്രേ അർത്ഥമുള്ളൂ, വേദത്തിൻ്റെ ആദ്യ ഉച്ചാരണമാണ് എന്നർത്ഥം. വേദത്തിൻ്റെ ആദ്യ ഉച്ചാരണമാണ് ഓം അഥ എന്നുള്ളത് രണ്ടും. അതുകൊണ്ട് തസ്മാത്, അതുകൊണ്ട് മാംഗളികാവുഭൗ രണ്ടും മംഗളവാചികളാണ്. അപ്പോൾ മംഗളാചരണത്തോടു കൂടി തുടങ്ങുക ഒരു പഠനം. എന്തിനാ? നമ്മളെപ്പോഴും മംഗളമായ സങ്കല്പമാണ് ചെയ്യേണ്ടത്. ഏതൊരു പണി ചെയ്യാൻ പോകുമ്പോഴും, ഏതൊരു പഠിപ്പ് ആരംഭിക്കുമ്പോഴും എപ്പോഴും ദിവസവും മംഗളമായിരിക്കണം നമ്മുടെ സങ്കല്പങ്ങൾ. ഇതൊന്നും നേരെയാവില്ല എന്ന് പറഞ്ഞാൽ നേരെയാവില്ല. അശുഭമായി സങ്കല്പിക്കരുത്, ശുഭമായി സങ്കല്പിച്ച് ശീലിക്കണം. അതുകൊണ്ടാണ് വേദത്തിൽ തന്നെ തന്മേ മന ശിവസങ്കല്പമസ്തു എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചത്. എൻ്റെ മനസ്സ് മംഗളമായ സങ്കല്പത്തോട് കൂടിയത് ആകട്ടെ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും മംഗളം സങ്കല്പിക്കണം, ശുഭം സങ്കല്പിക്കണം. സ്വാമി ശുഭമല്ല ഉണ്ടാവുന്നത്, വേണ്ടെന്നേ, നല്ല ശുഭം സങ്കല്പിക്കാമല്ലോ. അശുഭം സങ്കല്പിച്ചിട്ട് ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ലല്ലോ കേട്ടോ. കാരണം നമ്മൾ എന്താണോ സങ്കല്പിക്കുന്നത് അതാണ് വന്നു ചേരുക. സങ്കല്പത്തിൻ്റെ ശക്തി വളരെ വലുതാണ്. സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാവുന്നത്. ലോകത്തിലെല്ലാ സൃഷ്ടികളും സങ്കല്പപൂർവകമാണ്. ഇല്ലേ? ആലോചിക്കല്ലേ, നമ്മൾ അടുക്കളയിൽ ഒരു കറി ഉണ്ടാക്കുന്നത് വെച്ചാൽ ആദ്യം ഉണ്ടാക്കണ കറിയാണോ അല്ല സങ്കല്പമാണോ? സങ്കല്പമാണ്. ഇന്ന കറി ഉണ്ടാക്കാം, അതിന് ഇന്ന പദാർത്ഥങ്ങൾ കൂട്ടിച്ചേർക്കണം, സങ്കല്പിച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. നമ്മളൊരു കെട്ടിടം വെക്കുകയാണ്, ആദ്യം സങ്കല്പമാണ്. ഏതൊരു നിർമ്മിതിയും സങ്കല്പപൂർവകമാണ്. വേദത്തിൽ സൃഷ്ടിയെ പറയുന്ന ഭാഗത്ത് തദൈക്ഷത ബഹുസ്യാം അല്ലെങ്കിൽ സ ഈക്ഷാഞ്ചക്രേ അല്ലെങ്കിൽ സോകാമയത എന്നിങ്ങനെ അനേക മന്ത്രങ്ങളുണ്ട്. ഇതൊക്കെ പറയണത് ഈശ്വരൻ സങ്കല്പിച്ചു, സങ്കല്പാനന്തരം സൃഷ്ടിച്ചു എന്നാണ്. എല്ലാ സൃഷ്ടിയും സങ്കല്പാനന്തരാണ്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിതത്തിൽ എപ്പോഴും ശുഭമായി സങ്കല്പിക്കുക, ഒരിക്കലും അശുഭം സങ്കല്പിക്കരുത്. സങ്കല്പിക്കുന്നത് ജീവിതത്തിൽ വന്നു ചേരും. നമ്മൾ അധികവും അശുഭം സങ്കല്പിച്ചാൽ ശീലിച്ചിട്ടുള്ള അല്ല ശുഭം സങ്കല്പിച്ചിട്ട് എന്താ? നമ്മൾ ശുഭം സങ്കല്പിച്ചാണോ ശീലിച്ചിട്ടുള്ളത്, അല്ല അശുഭം സങ്കല്പിച്ചിട്ടാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? പൊതുവെ അശുഭ നമ്മൾ അധികം ഇല്ലേ? അതെ, പൊതുവെ 4 മണിക്ക് സ്കൂൾ വിട്ട് കുട്ടി വരും. ഇന്ന് 4:15 വന്നില്ല, 4:30 വന്നില്ല, 4:45 വന്നില്ല, 4:50 വന്നില്ല, 4:52 വന്നില്ല. സമയം പറഞ്ഞാൽ ശ്രദ്ധിച്ചല്ലോ? ശ്രദ്ധിച്ചില്ല? 4:30, 4:45, 4:50, 4:52 അങ്ങനെയാണ് സമയം പോണത്. എന്താ സങ്കല്പിക്കുന്നേ? കുട്ടിക്ക് സ്കൂളിൽ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലറായിട്ടുള്ള വല്ല പരിപാടി ഉണ്ടാവും, അതിനിരിക്കുകയാവും. അല്ലെങ്കിൽ സ്കൂൾ വരുന്ന വഴിക്ക് രോഗിയായിട്ട് ഒരാൾ വീണ് കിടക്കുന്നത് കണ്ടിട്ട് അയാളെ കൊണ്ട് ആശുപത്രിയിൽ പോയിട്ടുണ്ടാവും, അങ്ങനെ സേവ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെയാണോ സങ്കല്പിക്കാറ്? അതല്ല. വല്ലതും തട്ടിക്കൊണ്ടോയോ, വല്ല ബസ്സിനും കുടുങ്ങിയോ,
അല്ല വല്ല കുളത്തിലും വീണുവോ? എന്താ സങ്കല്പിക്കാറ്? ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ? രണ്ടാമത്തെയാണോ നമുക്കിഷ്ടം? കുട്ടീനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകണം, അല്ലെങ്കിൽ കുട്ടി ബസ്സിന് കൊടുക്കണം, ഇതാണോ ഇഷ്ടം? ഒരിക്കലും അല്ല. അപ്പോൾ ഒന്ന് ഇഷ്ടമുള്ളവർ എന്തുകൊണ്ടാണ് രണ്ട് സങ്കല്പിക്കുന്നത്? ഒന്നിഷ്ടമുണ്ടെങ്കിൽ ഒന്നല്ലേ സങ്കല്പിക്കേണ്ടത്? അതാണ് പറഞ്ഞത്, നമ്മൾ അശുഭം സങ്കല്പിച്ച് ശീലിച്ചു പോയിട്ടുണ്ട്. നമ്മൾ വലിയ വേദാന്തം ഒന്നും ഉൾക്കൊണ്ടില്ലെങ്കിൽ ഒരു പ്രതിജ്ഞ ചെയ്യണം. ഞാൻ അശുഭം സങ്കല്പിക്കില്ല, അശുഭമായിട്ടുള്ള വാക്കുകൾ പറയില്ല, അശുഭമായിട്ടുള്ള വാക്കുകൾ പറയില്ല, ശുഭമായിട്ടേ പറയൂ, ശുഭമായേ സങ്കല്പിക്കൂ എന്ന് ഉറപ്പിക്കുക. കുടുംബജീവിതത്തിൽ വളരെ പ്രധാനമാണിത്. എല്ലാ ജീവിതത്തിലും പ്രധാനമാണ്, കുടുംബജീവിതത്തിൽ ഏറെ പ്രധാനമാണ്. ഒരു ഭ്രാന്തിയെ പോലെ ഒരു അമ്മ വന്നിരുന്നു ആശ്രമത്തിൽ, ഇപ്പോഴും ഓർമ്മയുണ്ട്. 30 വർഷത്തിൻ്റെ അടുത്തായി. ഭ്രാന്തിയെ പോലെയാവുന്നു. എന്താ? അവരുടെ കുട്ടി എന്തോ കുട്ടികൾ വികൃതി കളിക്കണ്ടേ? വേണ്ട, കുട്ടികളെന്താ വികൃതി കളിക്കണം? കളവന്മാർ വികൃതി കളിച്ചാൽ വല്ല സുഖമുണ്ടോ കാണാൻ? കുട്ടികളാകുമ്പോൾ വികൃതി കളിക്കണം, അതൊരു സുഖമാണ്, കാണാൻ തന്നെ സുഖമാണ്, അതിൽ പങ്കുചേരാനും സുഖമാണ്. അപ്പം എന്തോ വികൃതി കളിച്ചപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് ഈ അമ്മ പറഞ്ഞത് അന്ധകനായി പോയി, ഒടുങ്ങി പോയാൽ മതിയായിരുന്നു, ദേഷ്യം പിടിച്ചിട്ട്. അന്ന് വൈകുന്നേരം ബസ് കയറി കുട്ടി മരിച്ചു. കുട്ടിയുടെ തലയിൽ കൂടെ ബസ്സിൻ്റെ ബാക്ക് വീല് കയറി അരഞ്ഞുപോയി. ദേഹത്തിന് ഒരു പരിക്കുമില്ല, ഒരു മുറിവ് പോലും ഇല്ല, പക്ഷെ കഴുത്തിന് മുകളിലൊരു സാധനം ഇല്ല, റോഡുമേലങ്ങ് പരന്നുപോയി. നേരിട്ട് കണ്ടു അമ്മ. അമ്മയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. കുഞ്ഞ് മരിച്ചതിനേക്കാൾ ആ അമ്മയ്ക്ക് ഷോക്കായത് ഇന്ന് രാവിലെ പറഞ്ഞിട്ടേ ഉള്ളൂ, ഇതൊന്ന് ഒടുങ്ങി കിട്ടിയാൽ മതിയായിരുന്നു, അന്ന് തന്നെ ഒടുങ്ങിയത്. ഇത് കഥയാന്ന് വിചാരിക്കരുത്, ഇത് കഥയല്ല, ഇത് ഉണ്ടായ സംഭവം പറയുക. കുറേ പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്ത് പറഞ്ഞ അമ്മേനെ സമാധാനിപ്പിക്കാനാ? കുറേയൊക്കെ പറഞ്ഞു. ഏതായാലും ആശ്രമം തിരികെ പോയി. പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പല പ്രാവശ്യം അവിടെ വന്നിരുന്നു ആശ്രമത്തിൽ. ഒരിക്കലും അശുഭമായിട്ടുള്ള വാക്ക് പറയരുത്. ഒരാളെ തല്ലിയാൽ കുഴപ്പമൊന്നുമില്ല, അല്ലാതെ ദേഷ്യം പിടിച്ചാൽ തല്ലിക്കൊള്ളുക, ഇടിച്ചോളുക, നുള്ളിക്കൊള്ളുക, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. പക്ഷെ വാക്കുകൾ, അശുഭമായൊരു വാക്ക് നമ്മുടെ വായെന്ന് വരരുത്. സാന്ദർഭികമായി പറഞ്ഞോ മാത്രം ഇരിക്കട്ടെ. അപ്പോൾ ശുഭമായി മംഗളമായൊരു ശബ്ദത്തോടു കൂടി ആരംഭിച്ചാൽ നന്നായി. അപ്പം എന്താ മംഗളമായ ശബ്ദത്തോടു കൂടി ആരംഭിക്കുമ്പം വിചാരിക്കണത് ഒരു മുടക്കവും വരരുത് ഈ പഠനത്തിന്. നിർവിഘ്ന പരിസമാപ്തിയാണ് മംഗളാചരണത്തിൻ്റെ ലക്ഷ്യം. നിർവിഘ്ന പരിസമാപ്തിക്കാണ് മംഗളാചരണം. അത് ശ്രദ്ധിക്കുക. ഒരു വിഘ്നവും ഇല്ലാതെ നമ്മുടെ പഠനം പൂർത്തിയാവണം. എന്തെങ്കിലും ഒരു വിഘ്നം വന്നാൽ പിന്നെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. കൈക്കൊരു വേന വന്നാൽ മതി, കാലിനൊരു വേന വന്നാൽ മതി, നടുവിനൊരു വേന വന്നാൽ മതി, ഒക്കെ മുടങ്ങും, എല്ലാം മുടങ്ങും. ഒരു വിഘ്നവും ഇല്ലാതെ ഇത് പൂർത്തിയാവണം എന്നുള്ള സങ്കല്പത്തോടു കൂടിയാണ് മംഗളാചരണം. അഥ വ്യക്തമാണല്ലോ. അല്ലെങ്കിൽ മംഗളാചരണം അല്ലെങ്കിൽ അഥ എന്നുള്ളതിന് അർത്ഥം പറയാം. എന്താ അർത്ഥം? അഥ അനന്തരം, പിന്നീട്. അപ്പോൾ പിന്നീട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗുരു ശിഷ്യന്മാർ ഒത്തൊരുമിച്ചിരുന്ന് പല പല വിഷയങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ ഒരു വിഷയം പൂർത്തിയാക്കിയിട്ട് അടുത്ത വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അഥ അനന്തരം. കേട്ടോളൂ. അല്ലെങ്കിൽ മൂന്നാമത്തെ അർത്ഥം, നമ്മളൊക്കെ മനുഷ്യരായി ജനിച്ചു. ഈ മനുഷ്യജന്മത്തിന് മഹത്വപൂർണമായൊരു ലക്ഷ്യമുണ്ട്. ഇത് അകസ്മാത് ലഭിച്ചതല്ല മനുഷ്യജന്മം. ചെയ്ത സത്കർമ്മങ്ങളുടെ പരിപാകമായി ലഭിച്ചതാണ് മനുഷ്യജന്മം. അതുകൊണ്ട് നമ്മളെപ്പോഴും മനുഷ്യജന്മത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് വേണം ജീവിക്കുക. ജീവിതത്തിൽ ജന്മലക്ഷ്യപ്രാപ്തിയിലേക്ക് ഉയരണമെങ്കിൽ ജന്മലക്ഷ്യം നമ്മൾ ഓർമ്മിക്കണം. അതിനനുസരിച്ച് ശ്രേഷ്ഠമായ മാർഗത്തിലൂടെ സഞ്ചരിക്കണം. ഇത് ഓർമ്മിപ്പിക്കുകയാണ് അഥ അനന്തരം, മനുഷ്യജന്മപ്രാപ്തിക്ക് ശേഷം.
ഈ അർത്ഥം പറയുമ്പോൾ ഒരു വിഷയം ശ്രദ്ധിക്കണം. എല്ലാ ദർശനങ്ങളിലും അധശബ്ദത്തിന് ഇങ്ങനെ അർത്ഥം പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോ ദർശനത്തിലും അല്ലെങ്കിൽ ഓരോ ശാസ്ത്രത്തിലും എന്താണോ അതിലെ പ്രതിപാദ്യം അതിനനുസരിച്ച് വേണം അധ എന്നുള്ളതിന് അർത്ഥം പറയാൻ. കാരണം അനന്തരം എന്നാണല്ലോ, അതിന് ശേഷം എന്നുള്ളത്. ഇവിടെ നമുക്ക് ഇങ്ങനെയൊക്കെ അർത്ഥം മനസ്സിലാക്കാം ഭക്തി സൂത്രത്തിൽ. അപ്പോൾ അധ അതഹ, അതുകൊണ്ട്. അതഹ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്. ഏതുകൊണ്ട്? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലല്ലേ അതുകൊണ്ടെന്ന് പറയുക. അപ്പോഴാണ് നമ്മൾ സൂത്രത്തിൻ്റെ ലക്ഷണം നേരത്തെ പറഞ്ഞത് ഓർമ്മിക്കണം. അല്പാക്ഷരം, ചുരുങ്ങിയ അക്ഷരങ്ങളിൽ പ്രതിപാദനം ചെയ്യുന്നതാണ് സൂത്രത്തിൻ്റെ ശൈലി. അപ്പോൾ ഗുരുനാഥൻ പറയുമ്പോൾ അതിൻ്റെ സൂക്ഷ്മാർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതുകൊണ്ട് താത്പര്യം, മനുഷ്യജന്മം നേടിക്കഴിഞ്ഞു, ഇനി അതിനനുസരിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ പരമ പുരുഷാർത്ഥത്തിലേക്ക്, മുക്തിയിലേക്ക് നമ്മൾ നയിക്കുന്നതാണ് ഭക്തിയുടെ മാർഗം. അതുകൊണ്ട് ജന്മലക്ഷ്യപ്രാപ്തിക്കായിക്കൊണ്ട് അതഹ, അതുകൊണ്ട് ഭക്തിം വ്യാഖ്യാസ്യാമഹ, ഭക്തിയെ വ്യാഖ്യാനിക്കാം. ഭക്തിം വ്യാഖ്യാസ്യാമഹ, ഭക്തിയെ വ്യാഖ്യാനിക്കാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് ഭക്തി? എന്തിനാണ് ഭക്തി? എങ്ങനെയാണ് ഭക്തി? ഭക്തിയുടെ തരംതിരിവുകൾ എന്തൊക്കെയാണ്? അങ്ങനെ ഭക്തിയെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളും നാം വ്യാഖ്യാനിക്കാം. വ്യക്തമാണല്ലോ. അവിടെ വ്യാഖ്യാസ്യാമഹ, നാം വ്യാഖ്യാനിക്കാം, ബഹുവചന. വ്യാഖ്യാസ്യാമി, ഞാൻ വ്യാഖ്യാനിക്കാം എന്നല്ല, ബഹുവചനാണ്. നോം വ്യാഖ്യാനിക്കാം, നമ്മൾ വ്യാഖ്യാനിക്കാം. അതിന് കാരണം നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പ്രത്യേകം പ്രത്യേകം ആചാര്യൻ ഉപദേശിക്കുന്നതാണെങ്കിലും അതൊന്നും തന്നെ കേവലം ഒരു വ്യക്തിയുടെ ഉപദേശങ്ങളായിട്ട് എടുക്കാൻ പറ്റില്ല. ആചാര്യ പരമ്പരയുടെ സമ്മതി അതിനുണ്ടാവും. നമ്മൾ ഏത് ശാസ്ത്രം വേണമെങ്കിൽ നോക്കിക്കോളൂ, ഏത് ശാസ്ത്രം, അവിടെയൊക്കെ നമുക്ക് കാണാം ഞാനീ പറയുന്നത് ആചാര്യ പരമ്പരയ്ക്ക് സമ്മതമാണെന്ന് കാണിച്ചുകൊണ്ടാണ് പറയുക. ഇത് ശുശ്രുമധീരാണാം ഏനസ്തദ്വിജചക്ഷിരേ, അല്ലെങ്കിൽ ഇത് ശുശ്രുമ പൂർവേഷാം ഏനസ്തദ്വ്യാചക്ഷിരേ എന്നൊക്കെ ഉപനിഷത്തിൽ പോലും ഉണ്ട്. ഇപ്രകാരം പൂർവികന്മാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗീത ഉപദേശിക്കുന്ന ഭഗവാൻ ഇടയ്ക്കിടെ പറയും ഉച്യതേ 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 എന്ന്. ഇങ്ങനെ പറയപ്പെടുന്നു പറയപ്പെടുന്നു പറയപ്പെടുന്നു. ഞാൻ പറയുന്നു എന്നല്ല, ഋഷിമാരാൽ ആചാര്യന്മാരാൽ പറയപ്പെടുന്നു. അതാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത്. അപ്പം താൻ പറയുക മാത്രമല്ല, പൂർവാചാര്യന്മാരുടെ സമ്മതി കൂടി അതിനുണ്ടെന്ന് കാണിക്കുകയാണ് വ്യാഖ്യാസ്യാമഹ, ബഹുവചനം. ഒന്നിച്ചു പോണേ, ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കണം. ശരി, എന്തിനാ നിങ്ങൾ വ്യാഖ്യാനിക്കണത്? ഭക്തി ബഹുജന സുലഭമായൊരു മാർഗമല്ലേ. നിങ്ങൾ ഉപനിഷത്ത് വ്യാഖ്യാനിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഭക്തി എന്തിനാ വ്യാഖ്യാനിക്കണം? ഭക്തി എല്ലാവർക്കും അറിയണതല്ലേ. അവിടെ തന്നെയാണ് വ്യാഖ്യാനിക്കേണ്ട ആവശ്യം. ബഹുജന സുലഭമായതുകൊണ്ട് തന്നെ ഭക്തിയുടെ പേരിൽ പല അബദ്ധങ്ങളും നടക്കുന്നുണ്ട്. ഭക്തിയുടെ പേരിൽ പല അനാചാരങ്ങളും ദുരാചാരങ്ങളും ഉണ്ട്. ഭക്തിയെ സംബന്ധിച്ച് പല അബദ്ധവിശ്വാസങ്ങളും ഉണ്ട്. എന്താണ് ഭക്തി എന്നറിയാത്തൊരവസ്ഥ നമുക്കുണ്ട്. എന്തോ കാണിച്ചു കൂട്ടലിനെ ഭക്തിയായിട്ട് മനസ്സിലാക്കണുണ്ട്. എന്തും നമ്മൾ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഭക്തിയെ സംബന്ധിച്ച് ശരിയായൊരു കാഴ്ചപ്പാട്. കാരണം മോക്ഷസാധന സാമഗ്രികളിൽ ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് ആചാര്യൻ തന്നെ പറയും. മോക്ഷസാധന സാമഗ്രിയം ഭക്തിരേവ ഗരീയസി. മോക്ഷസാധനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഭക്തിയാണ്. പക്ഷേ ഭക്തിയെ സംബന്ധിച്ച് ശരിയായ കാഴ്ചപ്പാടില്ലെങ്കിലോ നമ്മൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുകയെന്ന് കണക്കില്ല. ചിലതൊക്കെ നമുക്ക്
വിഷമാവും കാണുമ്പം തന്നെ. നിഷേധിക്കാനും പറ്റൂല, അനുകൂലിക്കാനും പറ്റൂല, ഇല്ലേ? എതിർക്കാനും പറ്റില്ല. എന്നാൽ യോജിക്കാൻ പറ്റുമോ? അതും ഇല്ല. മിണ്ടാണ്ട് നിൽക്കാനോ? നിങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കും മിണ്ടാണ്ട് നിൽക്കാൻ പറ്റും. നമ്മളെപ്പോലെ സമൂഹത്തിൽ ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാകുമ്പോൾ മിണ്ടാണ്ട് നിൽക്കാനും പറ്റില്ല. വലിയ പ്രശ്നമാണ്. ഇന്നാൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ കുറേ പേര് അവരിങ്ങനെ തുള്ളിച്ചാട്ടുന്നുണ്ട്. അതിൽ യുവജനങ്ങളുണ്ട്, കുട്ടികളുണ്ട്. ഇതിൽ തന്നെ കമ്പി കയറ്റിയിട്ട് ഇതിലെ കൂടെ ഇറക്കിയിട്ട് രണ്ട് ഭാഗത്തും ചെറുനാരങ്ങ കൊളുത്തിയിട്ടുണ്ട് ഈ കമ്പിയിൽ. ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരാൾ സ്വന്തം ഇഷ്ടത്തിന് അവിടെയല്ല എവിടെ തുളച്ചാലും നമുക്കൊന്നുമില്ല. അത് അയാളുടെ ഇഷ്ടമാണ്, അതയാളുടെ ഇഷ്ടമാണ്. അതിനെതിർക്കാൻ നമ്മൾ പോയില്ല. പക്ഷേ ഈ കുട്ടികളുടെ ഇവിടെ അങ്ങനെ തുളച്ചിട്ട് ഇതിലങ്ങോട്ട് എടുത്തിട്ട് രണ്ട് ഭാഗത്തും ചെറുനാരങ്ങയും, എന്നിട്ട് കുട്ടി ചാടുക. വേദന കൊണ്ടാണോ ചാടുന്നത്, തമാശ കൊണ്ടാണോ ചാടുന്നത്, എന്താണെന്ന് നമുക്കറിയില്ല. അവർക്ക് ആ കുട്ടിക്കേ അറിയുള്ളൂ. ഇതൊക്കെ ഭക്തിയുടെ പേരിലാണ് നടക്കുന്നത്. ശരി, ആ കുട്ടി സ്വയം ചെയ്തതാണെന്ന് വെച്ചാൽ നമുക്കൊന്നും എതിർക്കാനില്ല. പക്ഷേ അച്ഛനമ്മയും ഒഴിഞ്ഞു വെക്കുക, ഇങ്ങനെ വഴിപാട് ചെയ്യാം, തോന്നിയാസം എന്നല്ലാണ്ട് ഇതിനൊന്നും പറയാനില്ല. എനിക്ക് അനുകൂലിക്കാൻ പറ്റില്ല. എനിക്ക് അനുകൂലിക്കാൻ വയ്യ. സ്വാമി അത് സുബ്രഹ്മണ്യൻ്റെ ഉപാസനയാണ്, ഒക്കെ ആയിക്കോട്ടെ, വലുതായിട്ട് അവൻ ചെയ്തോട്ടെ സ്വന്തം ഇഷ്ടത്തിന്. അച്ഛനമ്മയ്ക്ക് അത്ര കണ്ട് പ്രാർത്ഥിക്കണം തോന്നുന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ. ഈ കുട്ടിക്ക് കുത്തണോ? അപ്പം അച്ഛൻ്റെ അമ്മയുടെ വിശ്വാസത്തിന് ഈ കുട്ടിക്ക് മുറിവേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഇതുപോലെ തന്നെ ഇസ്ലാമിക സമൂഹത്തിലുണ്ട്. മുതിർന്നവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ കുട്ടിയുടെ ലിംഗാഗ്രചർമ്മം മുറിച്ചു കളയുക. ചിന്തിച്ചു നോക്കൂ. ആ കുട്ടിയുടെ വിശ്വാസത്തിനനുസരിച്ചാണെങ്കിൽ തർക്കമില്ല, ആ കുട്ടിയുടെ ഇഷ്ടമാണ്. അല്ല, അച്ഛൻ്റെ അമ്മയുടെയും മതവിശ്വാസത്തിനനുസരിച്ചാണ് മുറിച്ച് കളയുന്നത്, ദേഹത്തിലെ പ്രധാനപ്പെട്ടൊരു ഭാഗം. അപ്പോൾ ഹിന്ദു ചെയ്താലും മുസ്ലിം ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും മനുഷ്യൻ ചെയ്താലും ഇത് കുറ്റം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇത് ചിലത് പറയും ചിലത് പറയാതിരിക്കും, അത് പറ്റില്ല. ഇങ്ങനെ എന്തൊക്കെയാ ഭക്തിയുടെ പേരിൽ നടക്കണം? പലതും. ശരി, ഒരാളിത് സ്വയം ചെയ്ത് നമുക്ക് യാതൊരു വിരോധമില്ല. പ്രായപൂർത്തിയായ ആൾ എന്തോ ചെയ്തോട്ടെ, നമുക്കെന്ത് വേണം? പക്ഷെ കുട്ടികൾ ഒന്നും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അവിടെ ചെന്ന് സ്വാമി ഇത് പറഞ്ഞാലോ, അവിടുത്തെ ഭക്തന്മാർ അന്യഥാ സ്വാമിയുടെ കാല് വന്ന് പിടിക്കുന്നവരായിരിക്കും. ആ ശൂലം കൊണ്ട് ചിദാനന്ദപുര സ്വാമിനെ കുത്തും, ഉറപ്പാ. സ്വാമി സുബ്രഹ്മണ്യനെതിരായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഒരാൾക്ക് എതിരായിട്ട് പറയുന്നില്ല. ഇങ്ങനത്തെ ഒട്ടനവധി നമ്മൾ കാണുമ്പോൾ ഭക്തിയെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യം ദിവസം തോറും കൂടി വരിക. കാരണം എന്താണ് ഭക്തി എന്ന് അറിയാത്തതുകൊണ്ടാണ് ഇതൊക്കെ. ചിന്തിച്ചു നോക്കൂ. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യ വ്യവസ്ഥിതവും. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള വിഷയത്തിൽ ശാസ്ത്രമായിരിക്കണം പ്രമാണം. അതുകൊണ്ട് ഭക്തിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നാം പൂർവാചാര്യന്മാർക്ക് അനുസൃതമായ സമ്മതമായ രീതിയിൽ ഭക്തിയെ വ്യാഖ്യാനിക്കാം. ഇതാണ് പ്രതിജ്ഞാസൂത്രം. വ്യക്തമല്ലോ? അപ്പോൾ ഈ സൂത്രകാരനെ സംബന്ധിച്ച് അത് പ്രതിജ്ഞയാണ്. എന്താ പ്രതിജ്ഞ? നാം ഭക്തിയെ വ്യാഖ്യാനിക്കാം. നമ്മെ സംബന്ധിച്ചൊരു പ്രതിജ്ഞയാണ്. എന്താ പ്രതിജ്ഞ? എന്താ പ്രതിജ്ഞ? വ്യാഖ്യാനിക്കാന്നാ? അല്ല, പിന്നെന്താ? കേൾക്കുന്നില്ല, വളരെ പതുക്കുക. പഠിക്കാം, ഇല്ലേ? അതല്ലേ നമ്മളെ സംബന്ധിച്ച് പ്രതിജ്ഞ. ഗുരുനാഥൻ പറയും ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ശിഷ്യനെ സംബന്ധിച്ച് ഞാൻ പഠിക്കാം എന്നാണ്. ഇത് രണ്ടും ചേരുമ്പോഴേ വിദ്യ പൂർണ്ണമാവുള്ളൂ. അപ്പോൾ രണ്ട് കൂട്ടരൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. അപ്പോൾ ആചാര്യൻ പ്രതിജ്ഞ എടുത്തത് ഞാൻ ആചാര്യസമ്മതമായ രീതിയിൽ ഭക്തിയെ വ്യാഖ്യാനിക്കാം. നമ്മളെടുക്കുന്ന പ്രതിജ്ഞ അത് ഞാൻ പഠിച്ചോളാം.
ഈ രണ്ട് കൂട്ടരുടെയും പ്രതിജ്ഞ ഒക്കുമ്പോൾ സൂത്രമായി. വ്യക്തമാണല്ലോ? വ്യക്തമല്ലേ? അപ്പം എന്താ ഒന്നാമത്തെ സൂത്രം? അധാതോ ഭക്തിം വ്യാഖ്യാസ്യാമഃ. അഥ അതഃ ഭക്തിം വ്യാഖ്യാസ്യാമഃ. അനന്തരം അതുകൊണ്ട് നോം ഭക്തിയെ വ്യാഖ്യാനിക്കാം. ശരി, എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു? എങ്കിൽ രണ്ടാമത്തെ സൂത്രം എന്താ? ഭക്തി സാ ത്വസ്മിൻ പരമപ്രേമരൂപ. പ്രസിദ്ധമാണിത്, വളരെ പ്രസിദ്ധമായ ഒരു സൂത്രമാണ്. സാ ത്വസ്മിൻ പരമപ്രേമരൂപ. ഛേദിച്ച് പറയാം, എന്ന് എളുപ്പമുണ്ട്. സാ തു അസ്മിൻ പരമപ്രേമരൂപ. സാ അവൾ, അവൾ, തു ആകട്ടെ, അവളാകട്ടെ. ആരാ അവള്? ഇവിടെ ആരാ അവള്? ഭക്തി. ഭക്തി സ്ത്രീലിംഗമാണ്. ഭക്തി സ്ത്രീലിംഗമായതുകൊണ്ട് അവൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭക്തിയൊക്കെ സ്ത്രീലിംഗം, അത് ഓർമ്മിക്കണം. നദികൾ അധികം സ്ത്രീലിംഗാണ്, ഉപനിഷത്ത് സ്ത്രീലിംഗാണ്, അധികം സ്ത്രീലിംഗം തന്നെയാണ്. നദികളിൽ പുല്ലിംഗമുള്ള നദിയുണ്ട്, പേര് പറയാമോ ആർക്കെങ്കിലും? പുല്ലിംഗായിട്ടൊരു നദി ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര പുല്ലിംഗ ആണാ? എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ആള് ഭീകരണ. ബ്രഹ്മപുത്ര ഒഴിച്ച് മറ്റെല്ലാ നദികളുടെയും പേര് സ്ത്രീലിംഗത്തിലാണ്. ബ്രഹ്മപുത്ര പുല്ലിംഗത്തിലാണ്. ബ്രഹ്മപുത്ര ഇരിക്കട്ടെ, എന്തോട്ടെ. അപ്പോൾ ഇവിടെ ഭക്തി സ്ത്രീലിംഗാണ്. ഭക്തി എന്നുള്ള ശബ്ദം ഉണ്ടാവുന്നത് ഭജ് സേവായ എന്നുള്ള ധാതുവിൽ നിന്നാണ്. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ സേവിക്കുന്ന ഭാവം. എന്തിൽ നിന്നാണോ സേവ ഉണ്ടാവുന്നത് അതാണ് ഭക്തി. സേവയോട് കൂടിയതാണ് ഭക്തി. സേവയ്ക്ക് വേണ്ടിയുള്ളതാണ് ഭക്തി. ശ്രദ്ധിക്കുക. അപ്പോൾ സ്ത്രീലിംഗമായതുകൊണ്ടാണ് സാ എന്ന് പറഞ്ഞത്. അവൾ, തു ആകട്ടെ. അപ്പോൾ വ്യാഖ്യാനിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വ്യാഖ്യാനിക്കാൻ പുറപ്പെടുമ്പോൾ ആദ്യം തന്നെ ഒന്ന് നിർവചിക്കാമെന്ന് വിചാരിച്ചു. നിർവചിച്ചിട്ടാവാം വ്യാഖ്യാനം. അങ്ങനെയാണല്ലോ നമ്മൾ ലോകത്തിലും അങ്ങനെ തന്നെയാണ് പതിവ്. വലിയ ഒരാളെ പറ്റി വിസ്തരിച്ച് പറയണമെങ്കിൽ ആദ്യം അയാൾ ഇന്ന ആളാന്ന് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അയാളുടെ പേരൊന്ന് പറയും, എന്നിട്ടാണ് പിന്നെ അയാളെ പറ്റിയുള്ള വിസ്തരണമൊക്കെ ചെയ്യുക. ഇവിടെയും അത് തന്നെ. എന്താണ് ഭക്തി എന്ന് പറഞ്ഞിട്ടാവാം അതിൻ്റെ വിസ്തരണം എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഭക്തി എന്താണെന്ന് നിർവചിക്കുക. എന്താണ് ഭക്തി? സാതു അവളാകട്ടെ, അസ്മിൻ ഇവനിൽ. വളരെ ശ്രദ്ധിക്കണം. ഇവനിൽ ഉള്ള പരമപ്രേമരൂപ. പരമപ്രേമരൂപയാണ്. പരമപ്രേമം നമുക്കറിയാം. ഇപ്പോൾ ഭക്തി സൂത്രമൊക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം ഈശ്വരോന്മുഖമായതാണ് ഭക്തി. അല്ലെങ്കിൽ ഭക്തി അമ്മയെ സംബന്ധിച്ചുള്ളത് പറയാം, മാതൃഭക്തി. പിതൃഭക്തി അച്ഛനെ സംബന്ധിച്ചുള്ളത് ഇല്ലേ? രാജഭക്തി, ഇതിപ്പോൾ ഇപ്പം ഇല്ലല്ലോ, രാജാവ് ഇപ്പം ഉണ്ടോ? അപ്പം നമ്മളൊക്കെ തന്നെയല്ലേ രാജാക്കന്മാർ. മന്ത്രിഭക്തി വേണ്ടാട്ടോ. ഗുരുഭക്തി. ഗുരുഭക്തി അതാവാം. അങ്ങനെയൊക്കെ ഉണ്ട്. വേറെന്താ? ദേശഭക്തി അതാവാം. ശരി, അങ്ങനെ പലകൂട്ടം ഭക്തിയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഭർത്തൃഭക്തി, ഭർത്താവിനോടുള്ള ഭക്തി. അങ്ങനെ വെച്ചാൽ ഭാര്യാഭക്തിയും വേണം. ഒന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ല ഇല്ലേ? പതിഭക്തി എന്ന് പറഞ്ഞാൽ പത്നിഭക്തിയും വേണം. വേണ്ട, ഒന്ന് മാത്രം മതിയോ? അതാ നിങ്ങളുടെ അഭിപ്രായം? അത് അങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ടും വേണം. ഇങ്ങോട്ടില്ലാതെ അങ്ങോട്ടും വേണ്ട. അത് രണ്ടും ഉണ്ടെങ്കിൽ തിരക്കേടില്ല. പതിഭക്തിയും പത്നിഭക്തിയും ഉണ്ടെങ്കിൽ തിരക്കേടില്ല. പതിഭക്തി മാത്രം പറയാൻ അത് ചിദാനന്ദപുരി സ്വാമിക്ക് പറ്റില്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ തിരക്കേടില്ല. എനിക്ക് നിന്നോടും ഭക്തി, നിനക്ക് എന്നോടും ഭക്തി പറഞ്ഞാൽ സന്തോഷം, അല്ലാതെ വയ്യ. അതിരിക്കട്ടെ. അപ്പോൾ ഈ സൂത്രമൊക്കെ പഠിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം ഈശ്വരോന്മുഖമായ എന്തോന്നാണിത്. കാരണം മാതൃഭക്തി, പിതൃഭക്തി, ദേശഭക്തി, രാജഭക്തി ഒന്നും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല.
ഉണ്ടോ? അല്ലാണ്ട് നമുക്കറിയില്ലേ? അപ്പം വ്യാഖ്യാനിക്കാൻ പുറപ്പെടുമ്പോൾ ഉറപ്പാണത് ഈശ്വരോന്മുഖമായ എന്തോന്നാണ്. അപ്പം നമ്മൾ ഇപ്പം ഈശ്വരനെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഇപ്പോൾ എങ്ങനെയാ? ഈശ്വരൻ അങ്ങ് ദൂരെ എവിടെയാണെന്നാ. ദൂരെ എങ്ങോ ആണ് ഈശ്വരൻ. എവിടെ ഈശ്വരൻ? അത് സ്വർഗത്തിൽ, അങ്ങ് ദൂരെ. ഈശ്വരൻ അടുത്തൊന്നും വെച്ചേക്കരുത് കേട്ടോ. ഈശ്വരൻ എപ്പോഴും ദൂരെ വെക്കണതാണ് നമുക്ക് ഇഷ്ടം. എന്നാൽ എന്ത് തോന്നിയാസവും എന്ത് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ചെയ്യാലോ, ഈശ്വരൻ അങ്ങ് ദൂരെയല്ലേ. അങ്ങനെ വിചാരിക്കണവർ തന്നെ ഉണ്ട്. ഒരിക്കൽ കുറേ കൊല്ലം മുമ്പ് ഒരാൾ ഈ കാലത്താ, മണ്ഡലകാലത്ത് ഒച്ചത്തിൽ കൂവി വിളിക്കുക ശരണം. നല്ലതായിട്ട് ഒച്ചത്തിൽ ശരണം വിളിക്കണം. ലജ്ജയില്ലാതെ, ലജ്ജ വെടിഞ്ഞ് ഭഗവത് നാമം ഉച്ചത്തിൽ ശരണം വിളിക്കണം തന്നെയാണ് നമ്മുടെ അഭിപ്രായം. പക്ഷെ ഇനി പറയുന്ന പോലെ വയ്യ. ഞാൻ അവിടെ ചോദിച്ചാൽ നിങ്ങൾ എന്തിനാ ഇത്ര ഉച്ചത്തിൽ വിളിക്കണ, തൊണ്ട കൂട്ടണ മാതിരി? സ്വാമി അത് ഗുരുസ്വാമി പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് വിളിച്ചാൽ അവിടെ കേൾക്കണം. എടാ എന്നപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമല്ലേ? കുറേ കൊല്ലം മുമ്പാണ്, അന്ന് ഈ കാസറ്റാണ് ഉള്ളത്. ഇന്നിപ്പോൾ കാസറ്റൊന്നുമില്ല. ഒരു കാസറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് കേൾപ്പിച്ചു കൊടുത്തോളൂ. പോയിട്ട് ഞാൻ തൊണ്ട പൊട്ടിക്കാൻ വിളിക്കണം. ഈശ്വരൻ അങ്ങ് ദൂരെയാ. അയ്യപ്പൻ അവിടെയുള്ളൂ, ശബരിമലയിലേ ഉള്ളൂ. എന്തൊരു കഷ്ടം അത്. അപ്പോൾ ഈശ്വരൻ അങ്ങ് ദൂരെ. ഹിന്ദിയിൽ ഒരു പര്യായം തന്നെ ഉണ്ട്, ഊപ്പർവാല. മുകളിലുള്ളത്, മുകളിലൊരാളുണ്ടെന്ന് ഓർമ്മിക്കണം എന്നൊക്കെ പറയാണ്. മുകളിൽ ആരാൾ? എനിക്കറിയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും അറിയാം മുകളിലൊരാളെ? മുകളിലിപ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ടാവും, ഇവിടെ ആരൊക്കെ ഉണ്ടാവും, ഇല്ലാന്നേരം ഉണ്ട്. പല ജന്തുക്കളും ഉണ്ടാവും മുകളിലൊക്കെ. താഴത്തെ നിലയിലായിരിക്കണ വെച്ചാൽ മുകളിൽ ആൾക്കാർ നമ്മളൊക്കെ ഉണ്ട്. അല്ലാതെ മുകളിലാരാള്? പക്ഷെ ചിലരൊക്കെ പറയാറുണ്ട്, സ്വാമി മുകളിലൊരാളുണ്ടെന്നെങ്കിലും ഓർമ്മിക്കണ്ടേ എന്നൊക്കെ പറയാറുണ്ട്. ഊപ്പർവാല. ഈശ്വരൻ മുകളിലുള്ള ആളല്ല. എന്നാൽ പിന്നെ ഈശ്വരൻ താഴെയാണോ? താഴെയുള്ള ആളും അല്ല. ഇടത്താണോ? ഇടത്തുമല്ല. വലത്താണോ? വലത്തുമല്ല. മുകളിലുമാണ്, താഴെയാണ്, ഇടത്തുമാണ്, വലത്തുമാണ്, സർവവ്യാപിയാണ്. അപ്പം മുകളിൽ ഈശ്വരൻ ഇല്ല എന്നാണോ സ്വാമി പറഞ്ഞത്? മുകളിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, മുകളിലാണെന്ന് പരിമിതപ്പെടുത്തരുതെന്നാണ് പറഞ്ഞത്. സർവത്ര സർവഥാ വ്യാപിച്ച് നിലകൊള്ളുകയാണ്. തന്നോട് ചേർന്നവനാണ്, തൻ്റെ ഹൃദയാന്തർവർത്തിയാണ്. ഇത് കാണിക്കാനാണ് തസ്മിൻ എന്ന് പറയാതെ അസ്മിൻ എന്ന് പറഞ്ഞത്. തസ്മിൻ എന്ന് പറഞ്ഞാൽ അവനിൽ എന്നാണ് അർത്ഥം. അസ്മിൻ എന്ന് പറഞ്ഞാൽ ഇവനിൽ എന്നർത്ഥം. അപ്പം ഭക്തി അവനിലുള്ള പ്രേമമല്ല, പിന്നെയോ ഇവനിലുള്ള പ്രേമം. എത്ര സുഖമുണ്ടായിരുന്നു. സാ തസ്മിൻ പരമപ്രേമരൂപ എന്ന് പറയാൻ വളരെ എളുപ്പമായിരുന്നു. ഭക്തി അവനിലുള്ള പ്രേമമാണ് എന്ന് പറയാൻ എളുപ്പമായിരുന്നു. നാരദൻ പറഞ്ഞിട്ടില്ല. നാരദൻ പറഞ്ഞത് ഭക്തി ഇവനിലുള്ള പ്രേമമാണെന്നാണ്. മനസ്സിലായില്ലോ? തന്നോട് ചേർന്നവനാണ് ഈശ്വരൻ, ഹൃദയാന്തർവർത്തിയാണ് ഈശ്വരൻ, സർവവും കണ്ടറിയുന്നവനാണ് ഈശ്വരൻ. ഏഷ അന്തര്യമയതേ, അവൻ ഉള്ളിലിരുന്ന് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു. അവന് ദൂരെയല്ല. ശ്രദ്ധിക്കുക. അങ്ങനെ ഇവനിലുള്ള എന്താ ഭക്തി? പരമപ്രേമരൂപ, പരമപ്രേമരൂപമായതാണ് പരമപ്രേമം. എന്താ ഈ പരമപ്രേമം എന്ന് പറഞ്ഞാൽ? അതിനേക്കാൾ കവിഞ്ഞ് മറ്റൊന്നില്ലാത്ത പ്രേമം. സവിത്താത് പ്രേയ, പുത്രാത് പ്രേയ, ധനത്തേക്കാൾ പ്രിയപ്പെട്ടത്, സർവത്തിനേക്കാളും പ്രിയപ്പെട്ടത് പരമപ്രേമം. അഥവാ ദേശകാല വസ്തു പരിമിതികളില്ലാത്ത പ്രേമം. ഇപ്പം നമുക്ക് ദേശകാല വസ്തു പരിമിതികളുള്ള പ്രേമം ഉണ്ടാവാറുണ്ട്. ചില ദേശത്ത് വരുമ്പോൾ ഒരു പ്രേമമൊക്കെ അങ്ങോട്ട് ഉണ്ടാവുക, ദേശം കഴിഞ്ഞാൽ പ്രേമവും പോയി. അങ്ങനെയില്ല? അങ്ങനെയുണ്ട്. ചില ദേശത്ത് വരുമ്പം പ്രേമം, അത് കഴിഞ്ഞാൽ പിന്നെ പ്രേമമില്ല. അങ്ങനെയുണ്ട്.
ചില ആശ്രമത്തിൽ വരുമ്പോഴോ ചില അമ്പലത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ചില ആശുപത്രിയിൽ അങ്ങനെ ഉണ്ടല്ലോ, മാരകമായ ഒരവസ്ഥയിൽ തൻ്റെ പ്രിയപ്പെട്ട ആളെ കാണുമ്പോഴോ ഒക്കെ ഒരു ഭക്തി ഭഗവാനെ രക്ഷിക്കണേ, അതാവണേ ഇതാവണേ അതാവണേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞാലോ ഒരു ഭക്തി ഉണ്ടാവില്ല. അതാണ് ചില ദേശത്ത് വരുമ്പോൾ, ചില പുണ്യസ്ഥലങ്ങളിൽ തീർത്ഥസ്ഥലങ്ങളിൽ എത്തുമ്പം ഭക്തി, ചില ക്ഷേത്രസ്ഥലങ്ങളിൽ എത്തുമ്പം ഭക്തി, അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അതാണ് ദേശപരിമിതി. പിന്നെ കാലപരിമിതി ഉണ്ട്. ചില കാലത്തിൽ ഭക്തി, ഇപ്പം തന്നെ മണ്ഡലകാലമായിട്ട് തുടങ്ങിയാൽ ഭക്തിയായി, അത് കഴിഞ്ഞാലോ പിന്നെ എന്ത് ചെയ്തു നോക്കിയാൽ കാണില്ല, ഭക്തി എവിടെ പോയി എന്ന് മനസ്സിലാവില്ല. ചെയ്തില്ല, ഒന്നോ എങ്ങോട്ട് പോയി ഒന്നും അറിയില്ല. അത് കാലത്തിനനുസരിച്ച്. അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ, പാലം കടക്കോളം നാരായണാണ്, കടന്നു കഴിഞ്ഞാലോ ഊരായണ. പിന്നെന്താ സംശയം? കാര്യം നടന്നില്ലേ, പിന്നെ എന്ത് നാരായണ? നീ നാരായണ. അപ്പോഴാ വേറൊരു പാലം വരണത്. ഭഗവാൻ, ഇത് ഞാൻ ആലോചിച്ചില്ലല്ലോ, ഞാൻ വിചാരിച്ച പാലം കഴിഞ്ഞു എന്നാ. നാരായണ ക്ഷമിക്കണേ, എനിക്ക് അങ്ങനെ തോന്നി പോയിട്ടുവോ. അത് ഭക്തി വന്നു, നോക്കണേ. ഇങ്ങനെ ദേശം കാലം. പിന്നെ വസ്തുപരിമിതി ഉണ്ട്. വസ്തുപരിമിതി, എന്തെങ്കിലും വസ്തുവിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഓർമ്മിക്കാറുള്ള സംഭവം ഈ കോഴിക്കോട് നിന്നുണ്ടായതാ. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഞാനൊരു ബസ് കയറിയതാ. രാവിലെയാണ്, ഒരു 6:30-7 മണിക്ക് മുമ്പാ. അപ്പോൾ അടുത്തൊരാളിരിക്കുന്നുണ്ട്, വലിയ ഗൗരവത്തിലാണ്. അപ്പോൾ ലോട്ടറിക്കാരൻ വന്നു, നാളെ 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 കിട്ടുമോ? പിന്നെ കിട്ടും, ഉറപ്പായിട്ടും കിട്ടുന്നു. കിട്ടുന്ന ഉറപ്പല്ലേ? കിട്ടുന്ന ഉറപ്പാണ്. വീണ്ടും ഉറപ്പാണല്ലോ, ഉറപ്പാന്ന് തോന്നുന്നു. അയാൾ കാശ് കൊടുത്തു, ടിക്കറ്റ് മേടിച്ചു. എന്തുറപ്പ്? കിട്ടുന്ന ഉറപ്പുണ്ട്. അയാൾ ബുക്കുവാ ടിക്കറ്റ്, അതിരിക്കട്ടെ. ഏതായാലും എന്നിട്ട് ഇയാൾ, എൻ്റെ അമ്മേ കാടാമ്പുഴ ദേവി, ഇത് കിട്ടിയാൽ ഞാൻ ഒരു പൂമൂടൽ കഴിക്കാമേ. പിന്നെ ദേവി അവിടെ പൂമൂടലില്ലാണ്ട് കാത്തിരിക്കുകയല്ലേ അവനത് കിട്ടിയിട്ട്. ഇനി കിട്ടിയെന്ന് വിചാരിച്ചോളൂ, ചിലപ്പോൾ അയാൾ കഴിച്ചു എന്ന് വരും. അല്ലെങ്കിൽ കിട്ടിയില്ല, ഇനി എന്ത് കഴിക്കാനാ? കിട്ടിയില്ല എന്ന് വിചാരിച്ചോളൂ. കണ്ടോ, ഞാൻ അതൊക്കെ പ്രാർത്ഥിച്ചു, എന്നിട്ടും കിട്ടിയിട്ടില്ല. ദേവി ഇയാളെ സമ്മാനം വാങ്ങി കൊടുക്കാൻ നിൽക്കുക. ചിന്തിച്ചു. ഇങ്ങനെ വസ്തുവിന് വേണ്ടിയിട്ട്, ഇങ്ങനെ ദേശകാല വസ്തു പരിമിതികളോട് കൂടിയ പ്രേമം പരമപ്രേമല്ല. ദേശകാല വസ്തു പരിമിതി ഇല്ലാത്ത പ്രേമമാണ് പരമപ്രേമം. വ്യക്തമാണല്ലോ. അങ്ങനെ പ്രേമം ഈശ്വരനിൽ ഉണ്ടായാൽ, ഏത് ഈശ്വരനിൽ? ആ ഈശ്വരനല്ല, ഈശ്വരൻ സർവവ്യാപിയായിരിക്കുന്ന, തന്നിൽ തന്നെ അധിവസിക്കുന്ന, തൻ്റെ ഹൃദയാന്തർവർത്തിയായിരിക്കുന്ന, അകത്തും പുറത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്ന, തന്നോട് ചേർന്ന, എല്ലാത്തിലും തന്നെ നയിക്കുന്ന ഈശ്വരനിൽ പരമമായ പ്രേമമുണ്ടായാൽ അതിന് പറയുന്ന പേരാണ് ഭക്തി. അയ്യോ, അപ്പോൾ അത് പരമപ്രേമം പത്രക്കൊക്കെ നമുക്കുണ്ടോ? അപ്പോൾ നമുക്കൊന്നും ഭക്തി ഇല്ലേ? അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പറയും ഇനി ഗൗണീ ഭക്തി ഉണ്ട്. ഭക്തി തന്നെ രണ്ടാണ്, പരാഭക്തിയും ഗൗണീ ഭക്തിയും, അല്ലെങ്കിൽ അപരാഭക്തിയും. ഈ പറഞ്ഞത് പരാഭക്തിയാ, പരമമായ ഭക്തി. എല്ലാവർക്കും ഒന്നും പരാഭക്തി ഉണ്ടാവില്ല. അപരാഭക്തിയാണ് ഭൂരിഭാഗം പേർക്കും ഉണ്ടാവുക. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതെന്താണെന്ന് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ തുടക്കത്തിൽ നാരദൻ പറയുന്നത് പരാഭക്തിയെ സംബന്ധിച്ച. അപ്പം എന്താ പരാഭക്തി? പരമമായ, അതിനേക്കാൾ കവിഞ്ഞ് മറ്റൊന്നില്ലാത്ത ഭക്തി. അത് ഈ ഈശ്വരനിലുള്ളത്. അത് എന്തെങ്കിലും വസ്തുവിൻ്റെ അപേക്ഷയിലോ ദേശത്തിൻ്റെ അപേക്ഷയിലോ കാലത്തിൻ്റെ അപേക്ഷയിലോ ഒന്നും മാറുന്നതല്ല. ദേശകാല വസ്തു നിരപേക്ഷമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ഭക്തി ഉണ്ടാവുക എന്നുള്ളത് തന്നെ
അത്യത്ഭുതകരമായിട്ട് അനേക ലക്ഷം പേരിൽ ഒരാൾക്കേ ഉണ്ടാവുള്ളൂ ഈ പരാഭക്തി. അപ്പം നമുക്കൊക്കെ എന്താ അപരാഭക്തി? അതും നല്ലത് തന്നെ. അത് നമുക്ക് എന്താണെന്ന് പിന്നെ പഠിക്കാം. ഇപ്പം എന്തായാലും ഇത് ആദ്യ ഭാഗത്ത് പരാഭക്തിയെയാണ് പറയുന്നത്. അപ്പം എന്താ ഭക്തി എന്ന് നാരദ നിർവഹിച്ചത്? സാ ത്വസ്മിൻ പരമപ്രേമരൂപ. വ്യക്തമാണല്ലോ. ഏകദേശം ഇതേപോലെ തന്നെയാണ് ശാണ്ഡില്യ മഹർഷിയും ഭക്തിയെ നിർവചിക്കുന്നത്. സാ പരാനുരക്തിരീശ്വരേ. ഈശ്വരനിലുള്ള പരമമായ അനുരാഗമാണ് ഭക്തി. അനുരാഗം. എങ്ങനെയുള്ള അനുരാഗം? പരമമായ അനുരാഗം. പരമമായ അനുരാഗമാണ് ഭക്തി. ചിന്തിക്കുക. ഇതാണ് ഭക്തിയുടെ നിർവചനം. തുടർന്ന് ഒരു സൂത്രത്തിൽ ഈ ഒരു പരാഭക്തിയുടെ സവിശേഷത പറയും. അമൃതസ്വരൂപാച. ഇതാണ് മൂന്നാമത്തെ സൂത്രം. അവിടെ നിർത്താം. അമൃതസ്വരൂപാച. അമൃതസ്വരൂപയും. ച എന്ന് പറഞ്ഞാൽ അമൃതസ്വരൂപയും എന്നാണ്. എന്താ അർത്ഥം? ഈ ഭക്തി നേടിക്കഴിഞ്ഞാൽ അമൃതായി. അമൃതസ്വരൂപയാണ്. മരണധർമ്മത്തിനുപരി നമ്മളെ എത്തിക്കുന്നതാണ്. ഈ പരാഭക്തി ഒരാൾക്ക് കൈവന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മരണമില്ല. പിന്നെ അയാൾ മരിക്കില്ലേ? ശരീരം മരിക്കും. ഈശ്വരനുമായ അനന്യമായ ഭാവത്തെ പ്രാപിച്ചാൽ പിന്നെ എന്ത് മരണം? ഈശ്വരൻ മരിക്കുക ഇല്ല. അനന്യ പ്രേമത്തിൽ എല്ലാ ഭേദങ്ങളും മാറി. അതുകൊണ്ട് പറയാണ് ഈ ഭക്തി അമൃതസ്വരൂപയാണ്. മരണധർമ്മത്തിനുപരി നമ്മളെ എത്തിക്കുന്ന സ്വരൂപത്തോടു കൂടിയതാണ്. അതുകൊണ്ട് ഇതിനെ പ്രാപിച്ചാൽ ജീവിതം ധന്യമായി എന്നാണ് പറയണത്. അതാണ് തുടർന്ന് 3 സൂത്രങ്ങളെ കൊണ്ട് പറയണത്. അടുത്തുള്ള 3 സൂത്രങ്ങൾ ഈ പരാഭക്തി വന്നു കഴിഞ്ഞാൽ ജീവിതം ധന്യമായി എന്ന് പറയുന്നതാണ്. ആ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം.